സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്തം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് രാഹുകാലത്തിനെ കുറിച്ചാണ്. അപ്പൊ ഈ രാഹുകാലത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രാഹു എങ്ങനെ ഉണ്ടായി അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സംഹികേയൻ എന്ന് പറയുന്ന അസുരൻ ഈ പാലാഴി മഥന കാലത്ത് ഈ അമൃത് സേവിക്കാനായി ദേവസദസ്സിൽ ചെന്നിരുന്നു. അപ്പോ വിഷ്ണു അത് കണ്ട് അദ്ദേഹം അതിൽ നടക്കായിരുന്നു. അപ്പൊ അദ്ദേഹം അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ചക്രായുധം കൊണ്ട് അയാളുടെ ഈ അസുരന്റെ ശിരസ്, തല, കഴുത്ത് മുറിച്ചു കളഞ്ഞു. അങ്ങനെ കഴുത്ത് മുറിച്ചു കഴിഞ്ഞാൽ കഴുത്ത് മുടലുമായിട്ട് രണ്ട് ഭാഗമായിട്ട് മാറി. പക്ഷേ ഇയാള് ഈ അമൃത് കഴിച്ചത് കാരണം മരിച്ചില്ല, ജീവനുണ്ട്. മുകൾ ഭാഗത്തിന് ശിരസിന്റെ ഭാഗം രാഹുവും ഉടല് കേതുവുമായിട്ട് മാറി. വിഷുവ വൃത്തത്തിലും ക്രാന്തി വൃത്തത്തിലും ഉള്ള രണ്ട് കേന്ദ്രങ്ങളുടെ ആധിപത്യം ഈ രാഹുവിനും കേതുവിനും കിട്ടി. അങ്ങനെ ഈ ഗ്രഹചക്രത്തില് രാഹുവിനും കേതുവിനും പ്രധാനപ്പെട്ട സ്ഥാനം ലഭിച്ചു. അതാണ് ഈ രാഹു ഉണ്ടായത് അങ്ങനെയാണ്. പിന്നെ രാഹുവിന് പ്രധാനപ്പെട്ട പിന്നെ വേറെ വിഷയം, രാഹു ഈ സൂര്യചന്ദ്ര ഗ്രഹണത്തിലും രാഹു കേതുക്കൾക്ക് പങ്കുണ്ട്. പിന്നെ ഒരു പകലിനെ 8 ഭാഗിച്ചാൽ ഓരോ ഭാഗവും സൂര്യാദി രാഹു പര്യന്തങ്ങളായ ഗ്രഹങ്ങളുടെ ഉദയ സമയമാണ്. അപ്പോൾ രാഹുവിനും ഉദയങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ സമയത്തായിരിക്കും രാഹുവിന്റെ ഉദയം. അതാണ് രാഹു ഉണ്ടാവാനുള്ള കാരണം അങ്ങനെയാണ്. പിന്നെ രാഹുകാലം, ഈ രാഹുകാലം സാധാരണ ഈ എല്ലാത്തിനും പഴയ ആൾക്കാർ രാഹുകാലം നോക്കിയില്ല. രാഹുകാലം നോക്കേണ്ട ആവശ്യമില്ല. രാഹു യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നിനും. വിവാഹത്തിന് രാഹുകാലത്ത് വിവാഹം നടത്താം, ഒരു പ്രശ്നമില്ല. സത്യപ്രതിജ്ഞ രാഹുകാലത്ത് നടത്താം, ഒരു വിഷയമില്ല. പക്ഷെ യാത്രയ്ക്ക് രാഹുകാലം നോക്കിയാൽ മതിയോ. പക്ഷെ എല്ലാ യാത്രകൾക്കും ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ പോകാൻ രാഹുകാലം നോക്കി പോയി കഴിഞ്ഞാൽ ജോലി പോകണ അറിയില്ല. കാരണം ഓരോ ദിവസം ഓരോ സമയത്താണ് രാഹു ഉദിക്കുന്നത്. അപ്പൊ ആ രാഹു കാലത്ത് വേണ്ട, അതായത് പെർമനന്റ് ആയ, അതായത് ശുഭമായ കാര്യങ്ങൾ, ഇപ്പൊ വിവാഹം, ഗൃഹപ്രവേശം, ഒരു വ്യാപാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രാഹു അതെങ്ങനെ അങ്ങോട്ട് പോകാൻ, യാത്ര പോകാൻ, വിവാഹാനന്തരമുള്ള യാത്രയ്ക്ക്, അതുപോലെ ഒരു ഗ്രഹം നിങ്ങൾ ബാല്യാചാര കർമ്മം നടത്തണം, അങ്ങോട്ട് പോകണമല്ലോ, അത് അതിന് രാഹുകാലം, അതിന്റെ യാത്രയ്ക്ക്. അല്ലാണ്ട് ഈ രാഹുകാലത്ത് നടത്തി എന്ന് കരുതി ഒരു വിഷയമില്ല. അതാണ് രാഹു. പിന്നെ ഈ ക്ലേശകാരകനും കൂടി തന്നെ ഇയാൾ, യാത്രാകാരകൻ, ക്ലേശകാരകൻ, ഇതൊക്കെയാണ് രാഹു. അപ്പൊ രാഹു ചില സ്ഥാനത്ത് നിന്ന് എല്ലാ സ്ഥാനത്തും ദോഷകാരകനല്ല. യോഗകാരകനായിട്ടുള്ള ഗ്രഹത്തിന്റെ കൂടെ കൂടി ജാതകത്തിൽ നിന്ന് അവൻ നല്ലതായിരിക്കും. അതുപോലെ കേന്ദ്രഭാവങ്ങളിൽ നിന്ന് 3, 6, 11 ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ രാഹു നല്ലതായിരിക്കും. അപ്പൊ രാഹുകാലം എന്ന് പറയുമ്പോൾ ഈ രാഹു ഓരോ സമയത്ത് ഉദിക്കണം, ഓരോ നേരം. അപ്പൊ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ ക്രമത്തിലല്ല ഉദയം. അപ്പോ അതായത് തിങ്കളാഴ്ച, ശനിയാഴ്ച, വെള്ളിയാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ചൊവ്വാഴ്ച, ഞായറാഴ്ച, അങ്ങനെ ക്രമത്തിലാണ് ഈ രാഹു ഉദിക്കുന്നത്. അപ്പോ ഇതെങ്ങനെ രാഹുകാലം എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ രാഹുകാലം കണ്ടുപിടിക്കും? കലണ്ടറിലുള്ളത് തിങ്കളാഴ്ച 7:09, അത് 6 മണിക്ക് ഉദയവും 6 മണിക്ക് അസ്തമയവും ഉള്ളപ്പോഴാണ് ഈ 7:09 രാഹുകാലം വരുന്നത്. അപ്പൊ രാഹുകാലം എങ്ങനെ? അപ്പൊ ഇതിന് ഒരു ഇക്വേഷൻ തന്നെ ഉണ്ട്. തിന്നു ശർക്കര വെറുതെ ബുധനിൽ വ്യായാമങ്ങൾ ചൊല്ലാൻ ഞാൻ. അതാണ് മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ മദർ സാ ഫാദർ വിയറിംഗ് ദി ടർബാൻ ഓൺ സൺഡേസ്. അപ്പോൾ ഇത് ഓരോ ദിവസത്താണ്. ആദ്യം തിങ്കളാഴ്ച, പിന്നെ ശനിയാഴ്ച, പിന്നെ വെള്ളിയാഴ്ച, പിന്നെ ബുധനാഴ്ച, പിന്നെ വ്യാഴാഴ്ച, പിന്നെ ചൊവ്വാഴ്ച, പിന്നെ ഞായറാഴ്ച. ഒരു ദിവസത്തെ പകലിനെ 8 ഭാഗിക്കുക. അതായത് ഉദാഹരണമായിട്ട് ഇന്നത്തെ ശനിയാഴ്ചത്തെ രാഹുകാലം നമുക്ക് കാണാം. ഇന്നത്തെ രാഹുകാലം എന്ന് പറഞ്ഞാൽ ഉദയം
6:06 എറണാകുളം ജില്ലയിൽ 6:06 അസ്തമയം 6:39. അപ്പോൾ ഉദയം മുതൽ അസ്തമയം വരെ ഉള്ള മണിക്കൂർ മിനിറ്റുകൾ നോക്കാം. അപ്പോൾ എത്ര മണിക്കൂർ മിനിറ്റ് കിട്ടും? 12 മണിക്കൂർ 33 മിനിറ്റ് കിട്ടും. ഇതിനെ മിനിറ്റുകളാക്കാം. അപ്പോൾ 753 മിനിറ്റ് കിട്ടും. ഇതിനെ 8 വെച്ച് ഭാഗിക്കാം. 8 വെച്ച് ഭാഗിക്കുമ്പോൾ 94 ഹരണഫലവും 1 ശിഷ്ടവും കിട്ടും. അപ്പോൾ 4ൽ കൂടുതൽ ഉണ്ടെങ്കിൽ 1 ഇല്ലേ അതിനെ ഉപേക്ഷിക്കുക. അപ്പോൾ ഈ 94നെ നിങ്ങൾ മണിക്കൂർ മിനിറ്റ് ആക്കിയാൽ 1 മണിക്കൂർ 34 മിനിറ്റ് കിട്ടും. അതാണ് രാഹുകാലത്തിന്റെ സമയം. സാധാരണ നമ്മൾ മറ്റും നോക്കിയപ്പോൾ 1.5 മണിക്കൂറാണ് 7 to 9 കലണ്ടറിലെ. ഇത് കറക്റ്റ് ആ രാഹുകാലങ്ങള് ഉദയവും അസ്തമയവും വെച്ച് കണക്കാക്കി കഴിയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ 34 മിനിറ്റ് കിട്ടും. അപ്പൊ ഇന്നത്തെ രാഹുകാലം നമുക്ക് കാണാം. ഇന്ന് ശനിയാഴ്ച. ഈ ശനിയാഴ്ച എപ്പോഴാണ് ഉദിക്കണേ? ആദ്യം തിങ്കളാഴ്ച, പിന്നെ ശനിയാഴ്ച. അപ്പോൾ 2. അപ്പോൾ 1:34 2 വെച്ച് ഗുണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3 മണിക്കൂർ 8 മിനിറ്റ് കിട്ടും. അത് ഉദയത്തിന്റെ കൂടെ അങ്ങോട്ട് കൂട്ടാം. അപ്പൊ എത്ര കിട്ടും? 9 മണിക്കൂർ 14 മിനിറ്റ് കിട്ടും. അതിന്റെ കൂടെ രാഹുകാലത്തിന്റെ അളവ് എത്രയാ? 1:34. അതും കൂടി കൂട്ടി കഴിയുമ്പോൾ 10:48. അപ്പോൾ ശനിയാഴ്ച ഇന്നത്തെ രാഹുകാലം 9:14 മുതൽ 10:48 വരെ ആയിരിക്കും എറണാകുളം ജില്ല. അത് ഓരോ സ്ഥലത്ത് മാറി മാറി വരും. ഇങ്ങനെയാണ് രാഹുകാലം കണക്കാക്കേണ്ടത്. പിന്നെ രാഹു ഞാൻ പറഞ്ഞു കന്നി രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്വക്ഷേത്രം എന്നാണ് പറഞ്ഞത്. കന്നി രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇടവത്തിൽ നിന്നാൽ കുഴപ്പമില്ല, അത് ഉച്ചക്ഷേത്രമാണ്. വൃശ്ചികം അതിന്റെ നീചരാശിയാണ്, അവിടെയും കുഴപ്പമില്ല. നീചരാശി എന്ന് പറഞ്ഞാൽ മരിച്ചിരിക്കുന്ന സ്ഥലം, അപ്പൊ അവിടെ കുഴപ്പമില്ല. കർക്കിടകം മൂലക്ഷേത്രം. ഇങ്ങനെ സ്ഥലങ്ങളിൽ രാഹു നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ രാഹുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും രാഹു എന്തിനും നോക്കണം എന്നുള്ളതും നമ്മൾ ഉപേക്ഷിക്കുക. നമ്മൾ രാഹുകാലം ഇങ്ങനെ കണക്ക് കൂട്ടുന്നതും ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനല് നിങ്ങൾ മുഴുവനായിട്ട് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. അടുത്തത് നമ്മൾ വരുന്നത് മുഹൂർത്തത്തിനെ കുറിച്ചാണ്.